Assalamu Alaikum. Hello dear students. So in the last class we have discussed the industrial production of iron. Okay. So in the industrial production of iron we use different process. What are the process? Levitation or hydraulic washing, then roasting. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് അയണിനെ ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദ ലാസ്റ്റ് ക്ലാസ് നമ്മളത് പറഞ്ഞതാണ്. And today we are going to learn the extraction of aluminium. Okay, industrially it is very important metal, the aluminium. So today we are going to learn the extraction of aluminium. Aluminium extraction ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. And have you ever thought how we make the use of various characteristics of metal aluminium in our daily life? നമ്മുടെ ഡെയിലി ലൈഫിൽ അലൂമിനിയം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറ്റത്തില്ല. നമ്മുടെ കിച്ചൺ യൂട്ടൻസിൽസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വയേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ, സോ മെനി തിങ്സ് ആർ മെയ്ഡ് ഓഫ് അലൂമിനിയം. ഒരുപാട് കാര്യങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അലൂമിനിയം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വി നോ ദാറ്റ്, നമുക്കതറിയാം. ആൻഡ് എന്തൊക്കെയാണ് അലൂമിനിയത്തിൻ്റെത്? മെറ്റൽസ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഫോർ മേക്കിംഗ് കുക്കിംഗ് യൂട്ടൻസിൽസ്, parts of vehicles, reflectors are also in many other uses. അപ്പം നമ്മൾ അലൂമിനിയത്തിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് അലൂമിനിയം ഇസ് വെരി വാസ്റ്റ് അല്ലേ. ഒരുപാട് ഫീൽഡിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? അലൂമിനിയം എന്ന് പറയുന്ന മെറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ ദ കിച്ചൺ യൂട്ടൻസിൽസ്, ഫോർ അലൂമിനിയം വയേഴ്സായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അലൂമിനിയം എന്ന് പറയുന്നൊരു ഗുഡ് മെറ്റലാണ്. നമ്മളത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പാർട്സ് ഓഫ് വെഹിക്കിൾസിൻ്റെ പാർട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അലൂമിനിയം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അലൂമിനിയത്തെന്ന് പറയുമ്പോൾ ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി ആണ് അല്ലേ. അലൂമിനിയം ഹാസ് ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി. അതുകൊണ്ടാണ് നമ്മൾ കിച്ചൺസിലൊക്കെ യൂട്ടൻസിൽസ് ആയിട്ടത് യൂസ് ചെയ്യുന്നത്. ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി മാത്രമല്ല, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാലബിലിറ്റി അല്ലേ. മാലബിലിറ്റി എന്ന് പറയുന്ന അറിയാമല്ലോ, നമുക്ക് തകിടാക്കി മാറ്റാൻ പറ്റും. ആൻഡ് ദെൻ നമുക്കറിയാം അലൂമിനിയം ഫോയിലൊക്കെ അറിയത്തില്ല, നമ്മൾ അലൂമിനിയം വെച്ച് പൊതിയുന്ന ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അത്രയും ചെറിയ തിൻ ഷീറ്റായിട്ട് ഫോയിലായിട്ട് മാറ്റാനും നമുക്ക് പറ്റും. സോ മാലബിലിറ്റി. ആൻഡ് ദെൻ ലോ വെയ്റ്റ് മെറ്റാലിക് ലസ്റ്റർ. ലോ വെയ്റ്റ്, വളരെ വെയ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ മെറ്റാലിക് ലസ്റ്റർ, അത് മെറ്റൽസിന് പൊതുവെയുള്ള പ്രോപ്പർട്ടിയാണ്. അലൂമിനിയത്തിനെന്ന് പറയുമ്പോൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് ആ ഒരു ഷൈനിങ് പ്രോപ്പർട്ടി ഓഫ് അലൂമിനിയം. ഓക്കെ, സോ അലൂമിനിയം ഹാസ് ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, പിന്നീട് മാലബിലിറ്റി, ലോ വെയ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ്. ദർ ആർ സോ മെനി ഫീച്ചേഴ്സ് ഓർ അഡ്വാൻറ്റേജസ് ഫോർ ദ മെറ്റൽ അലൂമിനിയം. അങ്ങനെ അലൂമിനിയത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. And in olden days the cost of extraction of aluminum was very high and hence it's costlier than the gold. അപ്പം ആദ്യ സമയത്തൊക്കെ അലൂമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള, വളരെ നമുക്കതിന് എക്സ്പെൻഡിച്ചർ കൂടുതലായിരുന്നു. ഒരുപാട് ചിലവ് ആക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട്. ലേറ്റർ 2 സയൻറ്റിസ്റ്റുകളുണ്ട്. സയൻറ്റിസ്റ്റുകളുടെ പേര് നിങ്ങളുടെ ചാൾസ് മാർട്ടിൻ ഹാളും അതുപോലെ തന്നെ പോൾ ഹെറോൾട്ടും. അങ്ങനെ 2 സയൻറ്റിസ്റ്റുകൾ. ആരൊക്കെയാണ്? ദർ ആർ 2 സയൻറ്റിസ്റ്റ്, ചാൾസ് മാർട്ടിൻ ഹാൾ ആൻഡ് പോൾ ഹെറോൾട്ട്. അതിൻ്റെ ഇയർ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കാം. സോ ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു അലൂമിനിയം എക്സ്ട്രാക്ഷൻ ഒരു ഈസി മെത്തേഡ് അവർ ഫോമുലേറ്റ് ചെയ്തു. ഓക്കെ, സോ അലൂമിനിയം ഈസ് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. അങ്ങനെ എന്ത് ചെയ്തു? പണ്ടൊക്കെ അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര ഒരു പാടുള്ളൊരു പ്രോസസ്സായിരുന്നു. ദിസ് മെറ്റൽ ലേറ്റർ ബിക്കം ദ കോമൺ മാൻസ് മെറ്റൽ ത്രൂ ദ ഹാൾ ഹെറോൾട്ട് പ്രോസസ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ 2 സയൻറ്റിസ്റ്റുകളെ പറഞ്ഞില്ലേ, അതൊക്കെയായിരുന്നു 2 സയൻറ്റിസ്റ്റ്, ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും. അങ്ങനെ 2 സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു? ഒരു പുതിയൊരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. ഇതിനെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് ആ പ്രോസസ്സിനെ, അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ്. ഓക്കെ, ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നാണ് ഈ അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നത്. അലൂമിനിയത്തിനെ അറിയപ്പെടുന്നത് തന്നെ എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? കോമൺസ് മാൻ മെറ്റൽ അല്ലേ, സാധാരണക്കാരുടെ മെറ്റൽ, ലോഹം എന്നാണ് എന്തിനെ അറിയപ്പെടുന്നത്? അലൂമിനിയത്തിൻ്റെ. കാരണം ഈസിലി അവൈലബിൾ ആണ്, ലോ കോസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ലോ കോസ്റ്റ് ആയത്? ഈ ഹോൾ ഹെറോൾട്ട് പ്രോസസ്സ് വഴിയാണ് ഇത് ഇത്രയും നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിനെ വേർതിരിച്ചെടുക്കാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളൊരു രീതി വന്നത്.
Okay, then bauxite is the main ore of aluminum. നമുക്കറിയാം അലൂമിനിയത്തിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓറാണ് ഏതെന്ന് പറയുന്നത് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അലൂമിനിയം ഈസ് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ്ഡ് ത്രൂ ദ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ്. 2 സ്റ്റേജസ് വഴിയാണ് ഇൻഡസ്ട്രിയലി അലൂമിനിയം എന്ത് ചെയ്തത്. നമ്മളെ കിച്ചൺസിനൊക്കെ യൂസ് ചെയ്യുന്ന അലൂമിനിയം ഉണ്ടല്ലോ, അത് ഇൻഡസ്ട്രിയലി അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതിന് 2 സ്റ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്? സോ ദേ ആർ concentration of bauxite and the electrolysis of concentrated alumina. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണല്ലേ, കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് നമ്മൾ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ ഓർ ബോക്സൈറ്റ് ആണ്. അതായത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബോക്സൈറ്റ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, കോൺസെൻട്രേഷൻ ഓഫ് ദ ബോക്സൈറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇലക്ട്രോളിസിസ്. നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് മെത്തേഡാണ്? ലിക്വിയേഷനോ അല്ലെങ്കിൽ ബാക്കി വേറെ ഡിസ്റ്റിലേഷനോ ഒന്നും അല്ല, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, ഇലക്ട്രോളിസിസ്. അലൂമിനിയത്തിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇലക്ട്രോളിസിസ്. സോ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബോക്സൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ത്രൂ ലീച്ചിങ് പ്രോസസ്സ്. അപ്പം വെരി ഇമ്പോർട്ടൻറ്റ്, ബോക്സൈറ്റിൻ്റെ ഏത് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലീച്ചിങ് പ്രോസസ്സ് അല്ലേ. ഇപ്പം ലെവിഗേഷനോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിങ്, മാഗ്നറ്റിക് സെപ്പറേഷനൊന്നും അല്ല. നമുക്കറിയാം അയണിൻ്റെ കേസിൽ നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്തിരുന്നത്? നമ്മൾ ലെവിഗേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷനൊക്കെ യൂസ് ചെയ്യുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് അലൂമിനിയം വി യൂസസ് ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് എന്തിലുപയോഗിക്കുന്നത്? ബോക്സൈറ്റിൻ്റെ അല്ലെങ്കിൽ അലൂമിനിയം എക്സ്ട്രാക്ഷനിൽ ഉപയോഗിക്കുന്നത് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ ദ ബോക്സൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ത്രൂ ലീച്ചിങ് പ്രോസസ്. Impure bauxite is added to hot concentrated NaOH solution. ഇവിടെ ഇംപ്യൂർ ആണ്. ഇംപ്യൂർ ആയിട്ടുള്ള ബോക്സൈറ്റ് എന്ത് ചെയ്യുന്നു? NaOH സൊല്യൂഷനുമായിട്ട് ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേറ്റഡ് NaH സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഇവിടെ ഇംപ്യൂർ ബോക്സൈറ്റ് ആഡഡ് ടു ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. ഹോട്ട് കോൺസെൻട്രേറ്റഡ് ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് കോൺസെൻട്രേറ്റഡ് NaOH. NaOH എന്ന് പറയുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് bauxite is concentrated through leaching and then the bauxite is dissolved in NaOH solution. NaOH solutionൽ dissolve ചെയ്യുന്നു. Okay, and where it is gets converted into sodium aluminate. ഇത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? സോഡിയം അലൂമിനേറ്റ് NaAlO2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് ബോക്സൈറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ടു ലീച്ചിങ് പ്രോസസ്. ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം പെട്ടെന്ന് you can learn easily through this flow chart. Okay, so this bauxite undergo leaching and it is dissolved in NaOH solution and form sodium aluminate. Sodium hydroxide ile bauxite dissolve ആകുമ്പോൾ എന്തുണ്ടാവുന്നു? സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവുന്നു. സോഡിയം അലൂമിനേറ്റ്. ഓക്കെ, ദെൻ ഇമ്പ്യൂരിറ്റീസ് ആർ ദെൻ ഫിൽറ്റേർഡ് ഓഫ്. എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് കളയുന്നു. ഓക്കെ, സോ ടു ദ ഫിൽറ്റേർഡ്, അതായത് സോഡിയം അലൂമിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് കളയുന്നു. എ സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് precipitate is added and diluted with water to get more amount of aluminum hydroxide precipitate. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്തു. പിന്നീട് ഫിൽറ്റർ ചെയ്ത സോഡിയം അലൂമിനേറ്റ് അല്ലേ, അതിനെ എന്ത് ചെയ്യുന്നു? ടു ദ ഫിൽറ്റേർഡ് സൊല്യൂഷൻ. ഈ ഒരു ഫിൽറ്റേർഡ് സൊല്യൂഷനിലേക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, അലൂമിനിയം എന്താണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. സോ സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് AlOH thrice precipitate is added to the diluted with water. ഇതിനകത്ത് അലൂമിനിയം നമ്മൾ ഫിൽട്ടർ ചെയ്ത സൊല്യൂഷനിലേക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരു പ്രിസിപ്പിറ്റേറ്റ്, അത് എന്തായിട്ടാണത്? അത് എവിടെയാണ്? വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്നു. അതിനെ ഒന്ന് ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്യുന്നു അല്ലേ, വാട്ടർ ഉപയോഗിച്ച് അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നു. സോ എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്യുന്നു. സ്റ്റിർ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സ്റ്റിർ ചെയ്യുന്നു. അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നു അവിടെ? ടു ഗെറ്റ് മോർ എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ്. അവിടെ എന്തുണ്ടാവുന്നുണ്ട്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് അവിടെ അടിയുന്നു. പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ അടിയുക അല്ലേ. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. പിന്നീട് അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അലൂമിന Al2O3 എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂമിന കിട്ടുന്നു. സോ വി ഗെറ്റ് അലൂമിനിയം. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഈസി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബോക്സൈറ്റ്
bauxite undergo leaching or the bauxite is concentrated through leaching. Bauxite concentrate ചെയ്യുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? ലീച്ചിങ് വഴിയാണ്. Then it is dissolved in after the leaching it is dissolved in sodium hydroxide solution. NaOH സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ സോഡിയം അലൂമിനേറ്റ് ഉണ്ടാവുന്നു. ആൻഡ് സോഡിയം അലൂമിനേറ്റ് എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് പ്രിസിപ്പിറ്റേറ്റ് വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്യുന്നു. ഓക്കെ, ദെൻ അവിടുന്ന് എന്ത് ഫോം ചെയ്യുന്നു? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഫ്രം ദ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഫിൽട്ടർ ചെയ്യുന്നു. അതിനെ പിന്നീട് ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ അലൂമിന, പ്യുവർ അലൂമിന Al2O3 നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ alumina obtained from the aluminum hydroxide. Aluminum hydroxide il ninnu endu form cheyunu? Alumina form cheyunu. Okay, so endana aluminium is manufactured by the reduction of alumina using electricity as reducing agent, since the reactivity of aluminium is very high. നമുക്കിവിടെ എന്താ കിട്ടിയത്? അലൂമിനിയം. നമുക്ക് അലൂമിനിയാണോ വേണ്ടത്? അല്ല, നമുക്ക് അലൂമിന അല്ല വേണ്ടത്, നമുക്ക് അലൂമിനിയമാണ് വേണ്ടത് അല്ലേ? അലൂമിനയിൽ നിന്ന് നമുക്ക് എന്ത് എക്സ്ട്രാക്ട് ചെയ്യണം? ഫ്രം ദ അലൂമിന വി വാണ്ട് അലൂമിനിയം. നമുക്ക് അലൂമിനിയമാണ് വേണ്ടത്. ഇവിടെ നമുക്ക് Al2O3 കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? Al2O3 കിട്ടി. ഫ്രം ദ Al2O3 ഓർ അലൂമിന വി വാണ്ട് അലൂമിനിയം, Al അല്ലേ? അലൂമിനിയമാണ് വേണ്ടത്. അപ്പോൾ അലൂമിനിയം ഈ ഒരു അലൂമിന Al2O3യിൽ നിന്ന് അലൂമിനയിൽ നിന്ന് അലൂമിനിയം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇലക്ട്രോളിസിസ്. ഓക്കെ, സോ ത്രൂ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് വി ഗെറ്റ് വാട്ട്? നമുക്ക് എന്താ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റിൽ നമുക്ക് കിട്ടിയത്? Al2O3, അതായത് അലൂമിനിയാണ് കിട്ടിയത്. ബട്ട് വി ഡോണ്ട് വാണ്ട് അലൂമിന, വി വാണ്ട് അലൂമിനിയം വേണം. അലൂമിനിയത്തിന് വേണ്ടിയിട്ട് Al2O3നെ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോളിസിസ് അല്ലേ? സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? പിന്നെ ഏതാണ്? നമ്മൾ ലിക്വേഷനോ ഡിസ്ലേഷനോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. which method we adopt? Here the electrolysis of alumina. എന്ത് ചെയ്യുന്നു? ഇലക്ട്രോളിസിസ് ആണ് ചെയ്യുന്നത്. മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നു? ഇലക്ട്രോളിസിസ്. നമുക്കറിയാം അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ് അല്ലേ? നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റലാണ് അലൂമിനിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പിന്നെ എന്താണ്, ശക്തമായിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റ് തന്നെ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻറ്റ് തന്നെ വേണം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, സോ അലൂമിന ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ഈസ് Aluminum is manufactured by the reduction of alumina using electricity as reducing agent, since the reactivity of aluminum is very high. അലൂമിനിയത്തിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിയാണ് ഇവിടെ അങ്ങനെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റലിന്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് നമ്മൾ ഓൾവേസ് വി യൂസ് ദ ഇലക്ട്രിസിറ്റി ആസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് സ്ട്രോങ്ങസ്റ്റ് മെറ്റൽസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അലൂമിനയിൽ നിന്ന് അലൂമിനിയം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സ്ട്രാക്ഷൻസിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ദ അലൂമിന ഒബ്റ്റൈൻഡ് Al2O3. ഓക്കെ, Al2O3 അലൂമിന എന്താണ്? Al2O3 എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം. ഇറ്റ് ഇസ് നോട്ട് അലൂമിനിയം, ഇറ്റ് ഇസ് അലൂമിന. ഓക്കെ, so Al2O3, the alumina obtained by concentration of bauxite is mixed with the molten cryolite. അപ്പോൾ ഇതെന്തുമായിട്ട്? ക്രയോലൈറ്റ്. ക്രയോലൈറ്റ് നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലേ? അപ്പോൾ ക്രയോലൈറ്റ് എന്ന് പറയുന്ന മോൾട്ടൺ ക്രയോലൈറ്റുമായിട്ട് എന്ത് മിക്സ് ചെയ്യുന്നു? ഇത് Al2O3 എന്തുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? Al2O3 അല്ലേ? Al2O3 അല്ലെങ്കിൽ അലൂമിന മിക്സ്ഡ് വിത്ത് വാട്ട്? മോൾട്ടൺ ക്രയോലൈറ്റ്. ഓക്കെ, മോൾട്ടൺ ക്രയോലൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. ആൻഡ് സബ്ജക്റ്റഡ് ടു ഇലക്ട്രോളിസിസ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എന്തിന് വിധേയമാക്കുന്നു? ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ അറിയില്ല, ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്നു. അതിൻ്റെ പിക്ചറുണ്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ. അവിടെ കണ്ടോ, കാർബൺ റോഡ്സ് ആണ് അവിടെ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ദ പിക്ചർ ഇൻ പേജ് നമ്പർ 71. നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കാണാൻ പറ്റും. കണ്ടോ നിങ്ങൾ? സോ ഹിയർ കാർബൺ റോഡ്സ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ആനോഡ് എന്ന് പറയുന്ന കാർബൺ റോഡ്സ് ആണ്, കാഥോഡ് എന്ന് പറയുന്നത് കാർബൺ ലൈനിങ്. അതിൻ്റെ കോട്ടിങ് ഉണ്ടല്ലോ, കാർബൺ ലൈനിങ് ആണ് അവിടെ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ മോൾട്ടൺ അലൂമിനിയം മെറ്റൽ, ഒരു സ്റ്റീൽ ടാങ്കിലാണ് ഇത് ചെയ്യുന്നത്. മോൾട്ടൺ ക്രയോലൈറ്റും അലൂമിനിയൊക്കെ കണ്ടല്ലോ നിങ്ങൾ. സ്റ്റീൽ ടാങ്ക്, കാർബൺ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ആനോഡ് ഏതാണ്? കാർബൺ റോഡ്സ് ഈസ് ദ ആനോഡ് ഹിയർ. ആൻഡ്
നമുക്കറിയാം ഇലക്ട്രോളിസിസിൽ എന്ത് വേണം ഇനി ഫോർ ദ ഇലക്ട്രോളിസിസ് ഇറ്റ് വാണ്ട്സ് 2 ഇലക്ട്രോഡ്സ് ദാറ്റ് ഈസ് ദ ആനോഡ് ആൻഡ് കാഥോഡ്. ആനോഡും വേണം കാഥോഡും വേണം അല്ലേ. സോ ഹിയർ ദ ആനോഡ് ഈസ് കാർബൺ റോഡ്സ്. കാർബൺ റോഡ്സ് ആണ് ഇവിടുത്തെ ആനോഡ്. ആനോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പാർട്ട്. ദെൻ കാർബൺ ലൈനിങ് ഇസ് ദ കാഥോഡ്. കാർബൺ ലൈനിങ് ആണ് ഇവിടുത്തെ കാഥോഡ്, നെഗറ്റീവ് പാർട്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ. ആൻഡ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഇസ് വെരി ഹൈ. അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഓക്കെ. നമ്മൾ ഇതിനെ ക്രയോലൈറ്റുമായിട്ട് ബോക്സൈറ്റിനെ മോൾട്ടൺ ക്രയോലൈറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇലക്ട്രോളിസിസിന് വിധേയമാകും. ദാറ്റ് ഈസ് വി പാസസ് ദ ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ഓക്കെ. ആൻഡ് ദെൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന ഇസ് വെരി ഹൈ. അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ക്രയോലിറ്റ് ഈസ് ആഡഡ് ടു അലൂമിന ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്തിനാണ് നമ്മൾ ക്രയോലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അലൂമിനയിൽ നിന്ന് ഫ്രം ദ അലൂമിന വി ഗെറ്റ് അലൂമിനിയം. സോ ടു ഗെറ്റ് ദ അലൂമിനിയം വി ആഡ് മോൾട്ടൺ ക്രയോലൈറ്റ്. നമ്മൾ അലൂമിനിയം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അലൂമിനിയയിലേക്ക് മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്തു. എന്തിനാണ് അപ്പോൾ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? ഒരു ഡൗട്ട് കാണും. ക്രയോലൈറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റ് ഈസ് ആഡഡ് ടു അലൂമിന ടു റെഡ്യൂസ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അലൂമിനയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസസ് ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതുപോലെ തന്നെ ഇലക്ട്രോളിസിസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഇവിടെ മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന? ടു ദ അലൂമിന വി ആഡ് മോൾട്ടൺ ക്രയോലൈറ്റ്. മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നു. എന്തിനാണ് മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ദ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ആ ഒരു മെൽറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യാനായിട്ടാണ്? ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാൻ. മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാനല്ല, ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ്, റെഡ്യൂസ് ചെയ്യാൻ അല്ലേ, ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ എന്തിനാണ്? ടു ഇൻക്രീസ് ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ മോൾട്ടൺ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? What happens here? എന്താണ് ഇവിടെ നടക്കുന്നത്? സോ എക്സാമിൻ ദ ഇക്വേഷൻസ് ഓഫ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് വിത്ത് ഇലക്ട്രിസിറ്റി പാസ്ഡ്. അപ്പോൾ ഇതിലേക്ക് ഈ അലൂമിനയിലേക്ക് എന്ത് പാസ് ചെയ്യുന്നു? എന്താണ് പാസ് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. വളരെ ചെറിയ ഇക്വേഷൻസ് ആണ്. Al2O3 എന്ന് പറയുന്നത് എന്താണ്? അലൂമിന. നമുക്കറിയാം Al2O3 എന്ന് പറഞ്ഞാൽ എന്താ? അലൂമിന അല്ലേ. ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ത്രൂ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് വി ഗെറ്റ് Al2O3 ഓർ ദ അലൂമിനയാണ് കിട്ടുന്നത്. അപ്പോൾ അലൂമിനയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? 2Al3 പ്ലസ് എന്താണ്? 2Al3 പ്ലസ് 3O2 മൈനസ്. അപ്പോൾ ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ Al2O3 എന്ന് പറയുന്ന അലൂമിനിയവും ഓക്സൈഡും അയൺസുമായിട്ട് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ Al2O3 സ്പ്ലിറ്റ് ഇൻറ്റു Al3 പ്ലസ് ആൻഡ് 3O2 മൈനസ്. ഓക്കെ. അതായത് അലൂമിനിയം അയൺസും ഓക്സൈഡ് അയൺസുമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ അലൂമിനിയത്തിന് എന്ത് സംഭവിക്കുന്നു? Al3 പ്ലസ്. അലൂമിനിയം എന്ത് ചെയ്യുന്നു? 3 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഈ 3 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. 3 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് എന്തായിട്ട് മാറുന്നു? അലൂമിനിയം ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് അലൂമിനിയം കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റേജ് ഓഫ് അലൂമിന. അല്ലെങ്കിൽ അലൂമിനിയനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. Al2O3 ഡിക്കമ്പോസ് ചെയ്ത് Al3 പ്ലസും 3O2 മൈനസ്. അലൂമിനിയം അയണും ഓക്സൈഡ് അയണുമായിട്ട് മാറുന്നു. ദെൻ അലൂമിനിയം അയണിന് എന്ത് കിട്ടുന്നു? 3 ഇലക്ട്രോൺസ് കിട്ടുന്നു. അത് അലൂമിനിയം ആയിട്ട് മാറുന്നു. അലൂമിനിയം മെറ്റലായിട്ട് മാറുന്നു. നമുക്ക് അലൂമിനിയം കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓക്സൈഡ് അയണിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ അലൂമിനിയം എന്ന് പറയുന്നത് എന്തായിട്ട് മാറിക്കഴിഞ്ഞു? Al3 പ്ലസ് ആയിട്ട് അലൂമിനിയം ആറ്റമായിട്ട് അല്ലെ, അലൂമിനിയം ആറ്റമായിട്ട് മാറി. അതായത് നമുക്ക് അലൂമിനിയം കിട്ടി. ദെൻ ഇവിടെ ഒരു ഓക്സൈഡ് അയൺ ഉണ്ടല്ലോ. ആ ഓക്സൈഡ് അയൺ എന്ത് കിട്ടുന്നു? ഓക്സൈഡ് അയൺ ഉണ്ട് 2O2 മൈനസ് അല്ലേ. ഓക്സൈഡ് അയൺ എന്ത് സംഭവിക്കുന്നു? ഓക്സൈഡ് അയൺസ് അവിടെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സോ O2 ഇവിടെ എത്രയാണ് വരുന്ന? 4 ഇലക്ട്രോൺസ് അല്ലേ. 4 ഇലക്ട്രോൺസ്. ഓക്കെ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ O2 പ്ലസ് 4 ഇലക്ട്രോൺ. ദെൻ അവിടെ കാർബൺ ഉണ്ട്, കാർബൺ ഓക്സിജൻ.
കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. ഓക്കെ, കാർബണും ഓക്സിജനും ചേർന്ന് ഇവിടെ കാർബൺ റോഡില്ലേ, അതുകൊണ്ടാണ് കാർബൺ ഉള്ളത്. കാർബൺ റോഡിനകത്ത് എന്താണ്? കാർബൺ. അതാണ് ഈ കാർബൺ വെച്ച് മെൻഷൻ ചെയ്ത്. നിങ്ങൾ വിചാരിക്കും ഈ കാർബൺ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നല്ലേ. ആകെ Al2O3യുടെ കാര്യമല്ലേ പറഞ്ഞോളൂ. അപ്പോൾ എയിലും ഉണ്ട് ഓക്സൈഡ്, അലൂമിനിയം അയോൺസും ഫോം ചെയ്യുന്നു, ഓക്സൈഡ് അയോൺസും ഫോം ചെയ്യുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ കാർബൺ വരുന്നത്? അവിടെ കാർബൺ റോഡ് ഉണ്ടല്ലോ, അതിലുള്ള കാർബണാണിത്. കാർബണും ഓക്സിജനും ഓൾറെഡി ഉണ്ട്, ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. സോ ടു വിച്ച് ഇലക്ട്രോഡ് ഡസ് അലൂമിനിയം 3+ മൂവ്? അലൂമിനിയം അയൺ എങ്ങോട്ട് മൂവ് ചെയ്യും? പ്ലസ് അല്ലേ, അലൂമിനിയം ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ 3+ ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് എങ്ങോട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതിലേക്ക് പോവും. അലൂമിനിയം 3+ എന്ന് പറയുമ്പോൾ കാഥോഡിൽ നിന്ന് എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് അല്ലേ. അലൂമിനിയം 3+ ഗോസ് ടു കാഥോഡ്. അപ്പോൾ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? വാട്ട് അബൌട്ട് ദ ഓക്സൈഡ് അയോൺ? ഓക്സൈഡ് അയോൺ എങ്ങോട്ട് പോകുന്നു? ഓക്സൈഡ് അയോൺ ആനോഡിലേക്ക് പോകുന്നു. ഓക്സൈഡ് അയോൺ എങ്ങോട്ട് പോകുന്നു? ഓക്സൈഡ് അയോൺ എങ്ങോട്ടാണ് പോകുന്നത്? ആനോഡിലേക്ക് പോകുന്നു അല്ലേ. ഓക്സൈഡ് അയോൺ എങ്ങോട്ട് പോകുന്നു? ഓക്സൈഡ് അയോൺ ഗോസ് ടു ആനോഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാക്ഷൻസ്. ഓക്കെ, അത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യും. ഇപ്പോൾ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എഴുതാമല്ലോ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. സോ എന്തായിരുന്നു നമ്മൾ സ്റ്റെപ്സ് ഒന്നും കൂടെ പറയാം. Al2O3 അലൂമിനിയം, നമുക്ക് ബോക്സൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ത്രൂ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് വി ഗെറ്റ് ദ അലൂമിനിയം Al2O3 ആൻഡ് Al2O3 ഡീകമ്പോസസ് ടു ഫോം അലൂമിനിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ. അലൂമിനിയം അയോൺ 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലേ. ഓക്സൈഡ് അയോണിൻ്റെ 3 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? അലൂമിനിയം ആറ്റം, അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം കിട്ടുന്നു. പിന്നീട് അതിനകത്ത് ഓക്സൈഡ് അയോണ് എന്ത് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരാനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കാർബൺ റോഡിലെ കാർബണും ഓക്സിജനോടെ കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ആൻഡ് അലൂമിനിയം അയൺ ഗോസ് ടു കാഥോഡ് ആൻഡ് ദ ഓക്സൈഡ് അയൺ ഗോസ് ടു അലൂമിനിയം അയൺ ഗോസ്, അത് ശരി തന്നെ, അലൂമിനിയം അയൺസ് കാഥോഡിലേക്കും ഓക്സൈഡ് അയൺസ് ആനോഡിലേക്കും പോകുന്നു. അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക, ലെക്ചർ നോട്ട്സ് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ദിസ് ഈസ് ദ, അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടി വിച്ച് മെത്തേഡ് വി അഡോപ്റ്റ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ് വി യൂസസ് ലീച്ചിങ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ലീച്ചിങ് പ്രോസസ്സിലൂടെ ത്രൂ ദ ലീച്ചിങ് ഓഫ് ബോക്സൈറ്റ് വി ഗെറ്റ് അലൂമിന Al2O3 കിട്ടുന്നു. ഫ്രം Al2O3 ത്രൂ ദ ഇലക്ട്രോളിസിസ് ഓഫ് Al2O3 ഓർ ദ അലൂമിന, Al2O3 അല്ലെങ്കിൽ അലൂമിനയുടെ ഇലക്ട്രോളിസിസ് വഴി നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അലൂമിനിയം എന്ന് പറയുന്ന മെറ്റൽ കിട്ടും. ഓക്കെ, സോ അവർ ചാപ്റ്റർ ഈസ് ഓവർ, അവർ 4th ചാപ്റ്റർ ഈസ് ഓവർ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ തീർന്നു. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലേൺ ദ 5th ചാപ്റ്റർ. ഓക്കെ, അത് പാർട്ട് 2-ലാണ്. ഇൻ ദ പാർട്ട് 2 വി വാണ്ട് ടു ലേൺ ദ 5th ചാപ്റ്റർ. നൗ വി ക്യാൻ വൈൻഡ് അപ്പ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.